ഹലോ. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിട്ടോ. അപ്പൊ തിരിച്ചെത്തിയിട്ട് വീട് മൊത്തത്തിൽ കൊളായി കിടക്കായിരുന്നു. രാത്രി ഒരു 10-12 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തിയത്. എത്തിക്കഴിഞ്ഞ് ഫുഡൊക്കെ പാർസൽ വാങ്ങിയതായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇന്നലെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഏട്ടൻ അതൊക്കെ കണ്ട് ഏട്ടൻ ഉറങ്ങി. ഞാനൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളും മോളും കിടന്നുറങ്ങി. ഇന്ന് രാവിലെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് മോളെ ഉറക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആട്ടോ ഇപ്പം. അപ്പം എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ട്, അത് അൺബോക്സ് ചെയ്യണം. പിന്നെ ഉച്ചക്കേക്ക് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പുറത്ത് അത്യാവശ്യം നല്ല മഴ തന്നെയാണ്. ഏട്ടനാണെങ്കിൽ പണിക്ക് പോകുന്നതിന് മുമ്പിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. പിന്നെ മഴയ്ക്കനുസരിച്ച് കറണ്ട് ഇങ്ങനെ പോയും വന്നും കളിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ച് കറിയൊന്നും വെക്കുന്നില്ല, ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ അപ്പം തന്നെ പൊട്ടിച്ച് സ്ട്രോ ഒക്കെ ഇട്ട് വെള്ളമൊക്കെ മോള് കുടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും തേങ്ങ ചിരകി വെച്ച് കഴിഞ്ഞ് അരച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. പറയുമ്പോൾ ഒരു 3-4 ദിവസമേ മാറി നിന്നുള്ളെങ്കിലും ഇവിടെ എത്തി നോക്കുമ്പോൾ ഓരോ കുഞ്ഞു സാധനം വരെ പൊടി പിടിച്ച് കിടക്കാണ്. അതുകൊണ്ട് തന്നെ ഏത് സാധനം എടുക്കുമ്പോഴും കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റൂമൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ച് തുടയ്ക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. മടി കൊണ്ടോ ടൈമില്ലാത്തതുകൊണ്ടല്ല ചമ്മന്തി ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വേലിച്ചീര കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കും ഏട്ടനും വേലിച്ചീരയുടെ ഉപ്പേരിയും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. എന്താണെങ്കിൽ ഞാനിവിടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് വാങ്ങാൻ പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആള് വന്നിട്ടുണ്ട്. വാങ്ങാൻ പറഞ്ഞ സാധനം വാങ്ങി വന്നൊന്നും എടുത്ത് പറയാൻ പറ്റൂല. കാരണം എപ്പോൾ കടയിൽ പോയാലും അത്യാവശ്യത്തിന് പറഞ്ഞു വിട്ട സാധനം വാങ്ങിയില്ലേലും വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരും. ഇന്നാണെങ്കിൽ മോൾക്ക് വേണ്ടിയിട്ട് എന്തോ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ ഒരു എരുന്തോ ഇതിനെന്താ പറയുക, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കുഞ്ഞ് കക്ക ഇറച്ചാന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അത് വെള്ളത്തിലിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്നാമത്തെ സംഭവം കുറച്ച് മുതിര. ഇത് അവിടെ ഉള്ളതായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തു. ഇവിടെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ മുതിര. ഇപ്പം മഴക്കാലമാണല്ലോ, ശർക്കരയൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ മുതിരക്കറി വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അമ്മ പണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി അതെടുത്തു. പിന്നെ നല്ല എന്താ പറയുക, പുളിയില്ലേ, നല്ല കൊടംപുളി, ഉണങ്ങിയ കൊടംപുളി ഞാൻ കുറച്ച് എടുത്തുള്ളൂ, എല്ലാം അമ്മ വീട്ടിൽ ചെയ്ത് വെച്ചാട്ടോ. പിന്നെ മാങ്ങാത്തോല് ഉണക്കിയത് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ ഇതാണ് മറ്റേ ഈ ഇതില്ലേ കൊടംപുളി പറഞ്ഞില്ലേ, അതിൻ്റെ തൈലം. ഇത് നമുക്ക് തൊണ്ടവേനൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് മീനൊക്കെ വറ്റിക്കുന്ന സമയത്ത് അതിനകത്ത് പുളിപ്പിന് വേണ്ടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. മറ്റേ പുളിയില്ലേ, വാളംപുളിനേക്കാൾ എത്രയോ മികച്ചതാണ്, ഭയങ്കര ഗുണങ്ങളൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞിട്ടാണ് അമ്മ ഇത് തന്നിട്ടത്. മാത്രമല്ല എനിക്ക് തൊണ്ടവേന ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. അപ്പം ഇതും അടിപൊളിയായിട്ട്, ഇതൊക്കെ അമ്മ ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. അത് കൂടാതെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ആരെയും കണ്ടാൽ വിചാരിക്കും ഞാൻ അവിടെയുള്ള മൊത്തം ചപ്പും ചവറും ഒക്കെ പറിച്ചു കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കുറച്ച് വേപ്പിൻ്റെ ഇല കേട്ടോ. വേപ്പിൻ്റെ ഇല നമുക്ക് ഉപകാരപ്പെടും, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് പറിച്ചു. അത് പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരക്ക പറിച്ചിട്ടുണ്ട്, 2-3 ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് കൂടാതെ ചക്കക്കുരു, പിന്നെ കറിവേപ്പില, പിന്നെ ഇത് നമ്മുടെ വേലിച്ചീര കേട്ടോ. വേലിച്ചീര, മുരിങ്ങയില, ഇത്രയും ഇലവർഗ്ഗങ്ങൾ കൊണ്ടുവന്നു. പിന്നെ തേങ്ങ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വേലിച്ചീര ഭയങ്കര ഇഷ്ടമാണ് സച്ചിനേട്ടന്. അപ്പം അത് നമുക്ക് കറി വെക്കണം, അത് ഉപ്പേരി വെക്കണം. അത് ഉപ്പേരി വെക്കാൻ വേണ്ടി അതെടുത്ത് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എരുന്ത് കൊണ്ടുവന്നില്ല, എരുന്തിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് അതും ചെയ്യണം. ബാക്കി നമുക്ക് ഓരോരോ പണികൾ ഓരോന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോ കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെക്കണം. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം, ഫുഡ് കാര്യങ്ങൾ നോക്കാം. നമുക്ക് ചീര വെള്ളത്തിലിട്ടിട്ട് അത് അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ എരുന്ത് റെഡി ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാൻഡ് വാങ്ങിയ ഭയങ്കര ഉപകാരമായെന്ന്. സത്യമായിട്ടും ഭയങ്കര ഉപകാരമായി. കാരണം ഇതിങ്ങനെ അടുക്കി ഒതുക്കി വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിന് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേതിങ്ങനെ ഫുള്ള് ഇവിടെ നിരത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചെരുപ്പിന്റെ സ്റ്റാൻഡ് ആണെങ്കിൽ പോലും എന്താ പറയുക, ഇങ്ങനെ ഉപകാരമുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ചമ്മന്തി പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചമ്മന്തി ഇതിനകത്തേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമുക്ക്
തേങ്ങ ഓൾറെഡി ചിരകി വെച്ചോണ്ട് തന്നെ അരപ്പ്, അതായത് ഉപ്പേരിക്കുള്ള അരപ്പിനുള്ള തേങ്ങ പൊടിച്ചെടുത്തു വെക്കാം. ഇപ്പം നമ്മളിവിടെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകുന്നതിന് മുമ്പിട്ട് അതും കൂടെ ചെയ്യാം. തേങ്ങ ചിരകി വെച്ചുകൊണ്ട് ഉപ്പേരിക്കുള്ള അരപ്പൊക്കെ വേഗം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ എരുന്ത് നല്ലോണം കഴുകിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നതും ഉണ്ടാക്കുന്നതും. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് എനിക്കിത് കഴിക്കണമെന്നും തോന്നിയിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമാണ്. കല്ലുമ്മക്കായ പൊരിച്ചതൊക്കെ എനിക്ക് ഏട്ടനും ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏട്ടൻ ഇത് വാങ്ങി വന്നത്. ചെറുപ്പം മുതലേ അമ്മയൊന്നും ഈ ഇറച്ചി മീനൊന്നും കൂട്ടാത്തതുകൊണ്ട് ഏട്ടൻ കുറച്ച് വലുതായതിനു ശേഷമാണ് ഇതൊക്കെ കൂട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മീനിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് ഈ കൊഞ്ച് കല്ലുമ്മക്കായൊക്കെ ഏട്ടൻ കഴിക്കാൻ തുടങ്ങി തന്നെ. എൻ്റെ ബലമായ സംശയം ആ ഒരു അറിവ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കല്ലുമ്മക്കായുടെ കുഞ്ഞാണിതെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സാധനം വാങ്ങി വന്നത്. ഇത് സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഒരു സ്മെല്ല് ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ആട്ടിറച്ചി അതിൻ്റെ സ്മെല്ല് കാരണം കഴിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഒരു സാധനം അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഏട്ടൻ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വാങ്ങി വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടും അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് കുത്തുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. കക്കയിറച്ചി പാത്രത്തിൽ ഒരുപാട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം, ഇതിപ്പോൾ കല്ലുമ്മക്കായ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നേനെ, നല്ലോണം വരട്ടോ പൊരിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിച്ചേനേന്ന്. ഇത് സംഭവം മനസ്സുകൊണ്ട് ഒരു തൃപ്തിയില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നേരെ പോയിട്ട് എൻ്റെ ഫേവറേറ്റ്, ഏട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ വേലിച്ചീര ഉണ്ടാക്കാൻ പോവാണ്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ആകെയുള്ള പ്രതീക്ഷ ഇതിൻ്റെ ചമ്മന്തിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പോയി. ഏകദേശം ഒരാഴ്ചയുടെ അടുത്തായി നമ്മൾ മുറ്റടിച്ചിട്ട്. അതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പിട്ട് പെട്ടെന്ന് പോയിട്ട് മുറ്റടിച്ച് വന്നിട്ടാണ് അടുക്കള ക്ലീൻ ചെയ്തത്. മഴ ചെറുതായിട്ടൊന്ന് നിന്നല്ലോ, അടുക്കള ക്ലീൻ ചെയ്തിട്ട് അലക്കിയിടാലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് മഴ രണ്ടാമത് വന്നു. ഇനിയിപ്പോൾ അതിനെന്താണെങ്കിലും നിൽക്കുന്നില്ല, നേരെ ചോറ് കഴിക്കാൻ പോവാണ്. ചോറിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല റേഷൻ അരിയുടെ ചോറും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചീരോപ്പേരിയും കൂടാതെ മനസ്സില്ലാ മനസ്സോടെ ഉണ്ടാക്കിയ കക്കയിറച്ചിയും പിന്നെ അടിപൊളി തേങ്ങാ ചമ്മന്തിയും കൂടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഊണ് കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സുകൊണ്ടൊരു ഇതില്ലാത്തതുകൊണ്ട്, മനസ്സുകൊണ്ട് ഇതില്ല എന്ന് പറയാൻ കാരണം എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നും. ചോറിൻ്റെ കൂടെ ഞാൻ ചമ്മന്തി ഇത് മാത്രം കൂട്ടി കഴിച്ചു. പിന്നെ അത്യാവശ്യത്തിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഒരാൾ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവളെ ഉറക്കി ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി വന്നു. അപ്പോഴത്തേക്ക് പിന്നെ റൂമിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഹാളൊക്കെ മൊത്തത്തിൽ വലിച്ചിട്ടിരിക്കുകയാണ്. ഈ പെട്ടി നിറച്ച് അവളുടെ കളിപ്പാട്ടാണ്, അതൊക്കെ ഹാളിൽ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരി ഹാളിലെ പരിപാടി കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നിട്ട് വെള്ളവും മോൾക്കുള്ള പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് എന്താ പറയുക ഫില്ല് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഏട്ടൻ കൊണ്ടുവന്ന സാധനവും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു, പുളി അതുപോലെ തന്നെ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ പാത്രത്തിനകത്തൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അവിടെയുള്ള കുറേ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ മേശയിൽ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഞാനൊരു പെട്ടി കാണിച്ചു തരാം. അച്ഛമ്മ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ആപ്പൻ, അതായത് അച്ഛൻ്റെ അനിയൻ, ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് വരുന്ന സമയത്ത് ഇത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത്, അതൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പെട്ടിയാണ്. ഇത് കൂടാതെ തന്നെ എൻ്റെ കയ്യിൽ വലിയൊരു പെട്ടിയുണ്ട് കേട്ടോ. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുത്തിട്ടുള്ളൊരു പെട്ടി കൂടെ ഉണ്ട്. അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പെട്ടിയും അച്ഛമ്മേൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കസ്റ്റഡിയിലാക്കിയതായിരുന്നു. കല്യാണത്തിന് മുമ്പിട്ട് എൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളല്ല, കുറേ നൊസ്റ്റടിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നത് ഈ പെട്ടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയ സമയത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റടിച്ചു, ഇത് വേണമെന്ന് തന്നെ തോന്നി. എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഴയ പെട്ടി എടുത്ത് എവിടെയാണ് പോകുന്നതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കും ഇതെന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, ഒരു ഇഷ്ടം കൊണ്ട് എടുത്ത് പോകുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏട്ടൻ കൊണ്ടുപോയിട്ടുള്ള തേയിലപ്പൊടിയൊക്കെ കുറേ ബാലൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി അരിയൊക്കെ, അപ്പോൾ അതൊക്കെ എന്താ പറയുക പുട്ടുപൊടിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വേറെ പാത്രത്തിലൊന്നും ഇട്ട് വെക്കാത്തത്, അതൊക്കെ അടച്ച് അതിനകത്ത് വെക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും കയറാതെ സേഫായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടി അതിനകത്ത് ഇട്ടിട്ട് അടുക്കി ഒതുക്കി ഒരു മൂലൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിക്കാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അടപ്പുള്ള വലിയൊരു ബക്കറ്റ് വാങ്ങുന്നത് വരെ തൽക്കാലം അതിന് നമ്മുടെ അടുക്കളയിൽ സ്ഥാനമുണ്ട്. എന്താണെങ്കിലും അതവിടെ വെച്ചിട്ട് മോൾക്കുള്ള പാലും കാച്ചി ഏട്ടനുള്ള ഫുഡും കഴിച്ചിട്ട് നേരെ വന്നിട്ട് അടുക്കളയിൽ വീണ്ടും രണ്ടാമത്തെ റൗണ്ട് ക്ലീനിങ് തുടങ്ങി. ഏട്ട ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞാനും പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാത്രമൊക്കെ കഴുകി അടിച്ചു വാരി തുടച്ച് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഞാൻ പോയിട്ടൊന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഇനിയിപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പിട്ട് ഒരു പരിപാടി കൂടെ ഉള്ളൂ. നമ്മുടെ ബാത്റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടിയാണ് വെച്ചിട്ടുള്ളത്. ബാത്റൂമിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. കോണിക്കൂടിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഷാമ്പൂ കാര്യങ്ങളൊക്കെ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. എന്താണെങ്കിലും അതൊക്കെ സെറ്റ് ചെയ്ത് മോൾക്ക് കളിക്കാനെന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.